ശമ്പള പരിഷ്കരണം 2024 എന്ന പേരിൽ കേരള സർക്കാർ ഒരു ചോദ്യാവലി ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ട് വീഡിയോ ചെയ്തു. ആദ്യത്തെ വീഡിയോയിൽ അത് മൊത്തം പറയാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ വീഡിയോയിലേക്ക് നമ്മൾ പോയത്. അത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ കേരള സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റ് www.prc.kerala.gov.in. ഒന്നുകൂടി ഞാൻ പറയുന്നു, www.prc പെയർ വിഷൻ സെൽ എന്നുള്ള നടത്തൽ PRC അല്ലെ കമ്മീഷൻ prc.kerala.gov.in. ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മലയാളത്തിലുള്ള ഇതെല്ലാവർക്കും കിട്ടും. നിങ്ങളെല്ലാവരും എടുത്തൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ആമുഖത്തിൽ കുറേ കാര്യങ്ങൾ പറയും. VP ജോയ് AS ചെയർമാനായും അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, ശ്രീമതി ശ്രീലത സുകുമാരൻ റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി, അപ്പോൾ അവരെല്ലാം മാറ്റാൻ സാധ്യത ഉണ്ട് കേട്ടോ, ഗവൺമെൻറ് തുടങ്ങിയവർ അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ചുവടെ ചേർത്തിരിക്കുന്ന തസ്തികകളുടെ ശമ്പളവും അലവൻസുകളും ആവശ്യമാണ് എന്ന പക്ഷം ഭേദഗതി ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ അവരുടെ ജോലി. പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാരുടെ കമ്മീഷൻ സ്വീപ്പർമാർ എന്നിവർ ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസിലെ തസ്തികകളെക്കുറിച്ചും UGC, ICTI, AICTE തുടങ്ങി ശമ്പള സ്കെയിലുകളിലെ കേന്ദ്ര ശമ്പളം തുടരുന്ന മെഡിക്കൽ കോളേജുകളിലെ ജീവനക്കാർ, ജുഡീഷ്യൽ ഓഫീസർമാർ തുടങ്ങിയവർക്ക് ഒഴികെ സർക്കാരിന് കീഴിലുള്ള എയ്ഡഡ് സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പാർട്ട് ടൈം തസ്തികയിലെ ജീവനക്കാർ, കാഷ്വൽ സ്വീപ്പർമാർ ഉൾപ്പെടെയുള്ള തസ്തികകൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് സ്കീമിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളിലെ ആളുകൾ, ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പുതിയ സംവിധാനങ്ങൾ പറയുക. AICTE, UGC, സെൻട്രൽ സ്കീമുകളുടെ ശമ്പള സ്കെയിലിലെ തസ്തികകൾ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവയിലെ തസ്തികകളെക്കുറിച്ച് പറയുക. ഹൈക്കോടതി ജീവനക്കാർ, മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജൻറ്റ് ജീവനക്കാർ, കേരള വാട്ടർ അതോറിറ്റിയിലെ തസ്തികകൾ, മേൽവിഭാഗം ജീവനക്കാർ നിലവിലെ ശമ്പളവും അലവൻസുകളും പ്രൊമോഷൻ, ശമ്പളേതര ആനുകൂല്യങ്ങൾ തുടങ്ങിയവ പരിശോധിച്ച് ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. പ്രവേശന തസ്തികയിൽ ദീർഘകാലം സേവനം തുടരുന്ന ഗസറ്റഡ്, നോൺ ഗസറ്റഡ് തസ്തിക ജീവനക്കാർക്ക് നോൺ കളർ പ്രൊമോഷൻ നടപ്പിലാക്കുന്നത് പരിശോധിക്കുക. സർവീസ് പെൻഷൻകാർക്ക് അനുവദിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നതും എന്നാൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാത്തതുമായ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്നത് പരിഗണിക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ശമ്പള കമ്മീഷൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ ഉടലെടുത്തതും അടുത്ത കമ്മീഷൻ്റെ പരിഗണനയ്ക്കായി സർക്കാർ നിർദ്ദേശിച്ചതുമായ അപാകതകൾ പരിശോധിച്ച് പരിഹാരങ്ങൾ, അപ്പോൾ അനാമലികൾ പരിശോധിക്കുക. അതുകൊണ്ട് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സർവീസ് സംഘടനകൾക്കും എല്ലാം അഭിപ്രായം പറയാൻ കേട്ടോ. നിങ്ങൾക്കെല്ലാം VP ജോയ്ക്ക് അഭിപ്രായം എഴുതാം. നിങ്ങളിതെടുത്ത് വായിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ സംഘടനയുടെ പേരിലും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികളുടെ പേരിലും എനിക്ക് അയക്കുന്ന പരാതികളും എല്ലാം മുഴുവൻ കാര്യങ്ങളും കാര്യകാരണ സഹിതം VP ജോയ്ക്ക് എഴുതണം. അഡ്രസ്സ് അതിനകത്തുണ്ടല്ലോ. നിലവിലെ സിവിൽ സർവീസ് ഘടന പരിശോധിച്ച് അതിലെ കാര്യക്ഷമത, സാമൂഹ്യ പ്രതിബദ്ധത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഇതൊക്കെ എല്ലായിടത്തും പറയുന്നതാണ്. ചെയ്യുന്നതിന് വനിതാ ജീവനക്കാർ നേരിടുന്ന പ്രമുഖ പ്രശ്നങ്ങൾ പ്രത്യേകമായി പരിഗണിക്കുകയും അവർക്കായി ലിംഗാധിഷ്ഠിതമായ, നീതിയിലധിഷ്ഠിതമായ, ജെൻഡർ സെൻസിറ്റീവായ സേവന വ്യവസ്ഥയുടെ ആവശ്യകത പരിശോധിക്കുകയും ആവശ്യമായ പരിഹാര മാർഗ്ഗം നിർദ്ദേശിക്കുക. എല്ലാ ഓഫീസിലും അതിമനോഹരമായിട്ടുള്ള വാഷ്റൂമുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് സർക്കാർ ആലോചിക്കേണ്ടത്. ഇന്നത്തെ വാഷ്റൂമുകൾ പബ്ലിക് ഓഫീസിൽ പോയാലും അതിദയനീയമാണ്. നാറ്റം കാരണം പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും ഒരു മനുഷ്യനെ അതിനകത്ത് കയറാൻ പറ്റത്തില്ല. പിന്നെ നിവർത്തിക്കേട് കൊണ്ട് ആളുകൾ ഇതൊക്കെ വളരെ മനോഹരമാക്കി പണിത് കൊടുക്കുക എന്നുള്ളതാണ് ശമ്പള കമ്മീഷൻ വയ്ക്കേണ്ട ആദ്യത്തെ ചുമതല. ശമ്പള ശുപാർശ നടപ്പിലാക്കുന്നതിലുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത കണക്കാക്കി അതിനവലംബിക്കുന്ന രീതിശാസ്ത്ര നിഗമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തി എങ്ങനെയാണ് ഈ പണം കണ്ടെത്തുക എന്നുള്ളത് പറയണം. 12 ശമ്പള പരിഷ്കരണ ഗണനാ വിഷയങ്ങളിൽ അതായത് ടേംസ് ഓഫ് റെഫറൻസിൽ സർവീസ് സംഘടനകളും വ്യക്തികളും രേഖപ്പെട്ട അഭിപ്രായങ്ങൾ, ആശയങ്ങൾ കമ്മീഷൻ വളരെ പ്രയോജനകരമായി ഇത് കണക്കിലെടുത്ത് നിലവിലെ ശമ്പള ഘടനയുടെ മറ്റ് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു പശ്ചാത്തല കുറിപ്പ് ചോദ്യാവലി സഹിതം താഴെ ചേർത്തിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് തന്നെ കാര്യങ്ങളുണ്ട്, ആ നോട്ടിൽ തന്നെ ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങളിത് വായിക്കണം. 10-16 പേജുണ്ട്. വായിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇന്ന് തന്നെ ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ VP ജോയ്ക്ക് പോകട്ടെ. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും അത് പശ്ചാത്തലക്കുറിപ്പ് ഞാൻ വായിക്കുന്നില്ല, അത് കുറേ അധികമുണ്ട്. അത് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് 5,23,266 സർക്കാർ ഉദ്യോഗസ്ഥർ. അത് പിന്നെ 3,87,096 പേര് പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ, പിന്നെ അധ്യാപകർ, എയ്ഡഡ് സ്കൂള് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം കൂടി 5,23,266 പേരാണ്. ഞാൻ 86 എന്ന് പറഞ്ഞാൽ 66 പേരാണ് എല്ലാം കൂടെ ഉള്ളത്. അപ്പോൾ അവരുടെ പിന്നെ പെൻഷൻകാരുടെ കഥകളുമാണ് ഉള്ളത്. അതിൽ ചോദ്യാവലി 1 പൊതുജനങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങൾ ലഭിക്കുക എന്നതാണ് ചോദ്യാവലിയുടെ ഉദ്ദേശം. ചോദ്യങ്ങളുടെ ഉള്ളടക്കം, രചന എന്നിവ ശമ്പള കമ്മീഷൻ്റെ വീക്ഷണമായി കണക്കാക്കേണ്ട. ഒരു റഫ് ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഉത്തരങ്ങൾ, മറുപടികൾ എല്ലാ വകുപ്പുകളും പൊതുവെ ബാധകമോ പ്രത്യേക വകുപ്പുകൾ ബാധകമോ ആകാവുന്നതാണ്.
താങ്കൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ 250 വാക്കുകളിൽ അധികരിക്കാതെ അനുബന്ധ രേഖകൾ സഹിതം വിവരണാത്മകമായ മറുപടി നൽകാവുന്നത്. അപ്പോൾ 250 വാക്കുകൾ വരെ വളരെ കൃത്യമായി DTP എടുത്തോ കൈകൊണ്ട് എഴുതിയോ നിങ്ങൾക്ക് അനുബന്ധമായ എന്തെങ്കിലും രേഖ, കഴിഞ്ഞ വർഷത്തെ അനാമലി രേഖകളുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആശയങ്ങൾ, ആശങ്കകളെല്ലാം, പരാതികളെല്ലാം എഴുതുക. ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും കമ്മീഷൻ്റെ പരിശോധന വിഷയങ്ങളിൽ ഉൾപ്പെട്ടുള്ളവയെ ബന്ധമുള്ള നിർദ്ദേശങ്ങളും നിവേദനങ്ങളും കമ്മീഷൻ സ്വീകരിക്കുന്നതാണ്. ഏതെങ്കിലും ചോദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാവുന്നതാണ്. ശമ്പളത്തിൻ്റെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ നിരവധി സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാർ ശമ്പള അലവൻസുകൾ എല്ലാ 10 വർഷവും പരിഷ്കരിക്കുന്നു. എന്നാൽ കേരള സർക്കാർ ജീവനക്കാർ എല്ലാം 5 വർഷമാണ് ഇവിടെ പരിഷ്കരിക്കുന്നത്. താങ്കളുടെ വീക്ഷണത്തിൽ ഏതാണ് ശരിയായ സമീപനം? ഇനി 5 വർഷം മതിയോ, 10 വർഷം വേണോ? 10 വർഷത്തിന് 10 വർഷത്തിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്. 5 വർഷമാണ് 5 വർഷം. ശമ്പളത്തിൻ്റെ പെൻഷനും വേണ്ടി ചിലവാകുന്ന തുക സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക ശതമാനത്തിൽ അധികരിക്കുന്ന താങ്കൾ കരുതുന്നുണ്ടോ? 73% മറ്റാണ് ഇപ്പോൾ പോകുന്നത് ശമ്പളത്തിനും പെൻഷനുമായിട്ട്. അത്രയും അങ്ങനെ എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സംസ്ഥാന സർക്കാരിൻ്റെ സേവന മേഖലയിൽ നിലവിലുള്ള സാലറി പാക്കേജ് അനുയോജ്യമായ പ്രതിഭകളെ ആകർഷിക്കാൻ പര്യാപ്തമാണോ? കഴിവുള്ള നല്ല മിടുക്കരായ ആളുകൾ വരുന്നതിന് ഈ ശമ്പള പരിഷ്കരണം മതിയോ? അത് എത്രയാണ് വേണ്ടത്? 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ 27 ശമ്പള സ്കെയിലുകൾ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രസ്തുത ശമ്പള സ്കെയിൽ ഉത്തമമാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? സംസ്ഥാനത്തിൻ്റെ സർക്കാർ ജീവനക്കാരുടെ കുറഞ്ഞ സേവനം 30,130 രൂപയാണ്. അടിസ്ഥാന ശമ്പളം ക്ഷാമബത്ത 23,000 + 33. കേന്ദ്ര സർക്കാർ 7ാം ശമ്പള കമ്മീഷൻ ശുപാർശ പ്രകാരം 27,540 രൂപയാണ്. അപ്പോൾ സംസ്ഥാന ജീവനക്കാരുടെ ഏറ്റവും കൂടിയ ശമ്പളം 2,18,508 ആണ്. ഇതെല്ലാം കണക്കുകൾ പറയുന്നതാണ്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഇൻഷുറൻസ് ഇൻക്രിമെൻറ്റ് ഏറ്റവും കുറഞ്ഞ ഇൻക്രിമെൻറ്റ് നിരക്ക് 700 രൂപയും കൂടിയത് 3,400 രൂപയാണ്. താങ്കളുടെ വീക്ഷണത്തിൽ ഏതാണ് യുക്തമായ നിരക്ക്? വീട്ടുവാടക അലവൻസിനെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. യാത്രാബത്ത, ദിനബത്ത എന്നിവയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. സ്പെഷ്യൽ അലവൻസ്, കോമ്പൻസേറ്ററി അലവൻസ് എന്നിവയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പ്രൊമോഷനുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കുന്നുണ്ട്. സമയബന്ധിത ഹയർ ഗ്രേഡ്, കരിയർ അഡ്വാൻസ് സ്കീമിന് കീഴിലുള്ള നോൺ കേഡർ ഗ്രേഡ് പ്രൊമോഷൻ, ഇങ്ങനെ തുടങ്ങിയ റേഷ്യോ അടിസ്ഥാനത്തിലുള്ള ഗ്രേഡുകൾ, ഒഴിവടിസ്ഥാനമായിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കുന്നു. സേവന വേതനത്തിലെ ഗുണനിലവാരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് ഒരു വകുപ്പിൽ നിലവിലെ വ്യക്തി പ്രൊമോഷൻ സ്റ്റാഗ്നേഷൻ അഭിമുഖീകരിക്കുമ്പോൾ അതേ ലിസ്റ്റിൽ നിന്ന് താഴെ റാങ്ക് ലഭിച്ചവരും പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള മറ്റൊരു വകുപ്പിൽ നിയമ വ്യക്തിക്ക് കൂടുതൽ പ്രൊമോഷനുകൾ ലഭിക്കുന്നു. ഇതൊരു അപാകതയെ കണക്കാക്കുന്നുവെങ്കിൽ അത് പറയണം. പിന്നെ പെൻഷൻകാരുടെ കാര്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള മിനിമം അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ ഏതെങ്കിലും അപാകതകളുണ്ടോ? DCRGയുടെ നിലവിൽ ചട്ടങ്ങൾ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ? അത് പിന്നെ എല്ലാവരും വർദ്ധിപ്പിക്കണമെന്നേ പറയത്തുള്ളൂ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഒരു വിരമിക്കൽ പ്രായം മാറ്റേണ്ടതുണ്ടോ? അത് പെൻഷൻ പ്രായം കൂട്ടേണ്ടതുണ്ടോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 8 മുതൽ കുറേയധികം കാര്യങ്ങൾ. പിന്നെ സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ജനസൗഹൃദ സിവിൽ സർവീസ് കൊണ്ടുവരുന്നതിനും സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടുവരുന്നതിനും എന്തൊക്കെ ചെയ്യണം അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളെല്ലാം കൂടി പിന്നെ ലിംഗാധിഷ്ഠിതമായ വനിതകൾക്ക് കൂടുതൽ ലിംഗസമത്വത്തിനാവശ്യമായ വനിതകളുടെ സ്പെഷ്യൽ ക്യാരക്ടർ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഓഫീസ് സംവിധാനവും മറ്റ് സംവിധാനങ്ങളും എങ്ങനെയാണ് കൊണ്ടുവരിക? കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങൾ ഉൾപ്പെടുന്ന മറ്റ് പ്രസിദ്ധ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയും രേഖപ്പെടുത്താം. അപ്പോൾ വനിതകളുടെ വിഭാഗത്തിൽ തന്നെ 6 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രാതിനിധ്യ അനുപാതത്തിലൂടെ നിങ്ങൾക്ക് പ്രവേശന തലത്തിലും പ്രൊമോഷൻ തലത്തിലും സ്ത്രീ ജീവനക്കാരെ വർദ്ധിപ്പിക്കുന്നതിനും ലിംഗ സംവരണം കൊണ്ടുവരേണ്ടതുണ്ടെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം കൊണ്ടുവരണോ? സ്ത്രീകളുടെ ഓഫീസുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യണം? നിലവിലുള്ള സൗകര്യങ്ങൾ പര്യാപ്തമാണോ? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ അടിപൊളി വാഷ്റൂമുകളും ക്യാൻറ്റീനുകളും കോഫി വെൻഡിങ് ഷോപ്പുകളും ഒക്കെ കൃത്യമായി തുറക്കണമെന്ന് വനിതാ ജീവനക്കാർ നിങ്ങളൊരു 1000 കത്ത് എഴുതുന്നേ സർക്കാരിലേക്ക് എഴുതുക. അപ്പോൾ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള 16 പേജുള്ള ഒരു നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ശമ്പള പരിഷ്കരണ കമ്മീഷൻ, കേരള സർക്കാർ, തിരുവനന്തപുരം. ഔദ്യോഗിക വെബ്സൈറ്റ് ഞാൻ ഒന്നുകൂടി പറയുന്നു, www.prc.kerala.gov.in. ഈ സൈറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് അഡ്രസ്സും ഇത് 16 പേജുള്ള ചോദ്യാവലിയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഒന്ന് പ്രചരിപ്പിച്ച് നന്നായി നിങ്ങളൊരു ഡിസ്കഷൻ നടത്തി, കാരണം ഇതൊരു സ്വന്തം ജീവിതത്തിൻ്റെ കാര്യമാണ്. ഡിസ്കഷൻ നടത്തി നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ശക്തമായി എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഗവൺമെൻറ് ശ്രദ്ധയിൽ വരും, പലതിനും പരിഹാരമുണ്ടാവും. അല്ലാതെ ശമ്പള പരിഷ്കരണം വന്നതിന് ശേഷം അയ്യോ അച്ചാത്ത ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് നടക്കാതെ എനിക്ക് വിശേഷങ്ങൾ അയച്ചതുകൊണ്ട് വീഡിയോ ചെയ്യാം എന്നുള്ളതല്ലാതെ കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. വണ്ടി വാളയാർ വിട്ടുപോകുന്നതിന് മുമ്പേ നിങ്ങളും ചാടി കയറിക്കൊള്ളുക.